1940 ലോസ് ആഞ്ചലസ്. തിളക്കം നിറഞ്ഞ നഗരത്തിൽ നിഴലുകൾ കഥ പറയുന്ന ഒരു നിഗൂഢത പിറവിയെടുക്കുന്നു. നിങ്ങൾ അവളെ പരിചയപ്പെടൂ. പേര് എലിസബത്ത് ഷോർട്ട്. ഹോളിവുഡിന്റെ വെളിച്ചങ്ങൾ സമീപിച്ച ചെറിയൊരു നഗരത്തിൽ നിന്നെത്തിയ വലിയൊരു സ്വപ്നം. പക്ഷേ ലോകം അവളെ ഇപ്പോൾ ഓർക്കുന്നത് മറ്റൊരു പേരിലാണ്. ബ്ലാക്ക് ഡാലിയ. ഒരു പൂവിന്റെ പേരിൽ, അതും നിറം കറുത്തത്. 1947 ജനുവരി 15. ഒരു ശാന്ത രാവിലെ അമ്മ കുഞ്ഞുമായി നടന്നു പോകുന്നു. പെട്ടെന്ന് ആ അമ്മ കണ്ടത് അവളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. ഒരു സ്ത്രീയുടെ ശരീരം ചോരയൊലിച്ച നിലയിൽ രണ്ടായി വിഭജിച്ച് പകുതിയായി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പോലീസും പത്രക്കാരും ഇടപെടുന്നു. നഗരം മുഴുവൻ നടുങ്ങുന്നു. പത്രത്തിലെ തലക്കെട്ടുകൾ: ബ്ലാക്ക് ഡാലിയ കൊല്ലപ്പെട്ടു. ആ സംഭവത്തിന്റെ വാർത്ത പക്ഷേ ഉത്തരമില്ലാത്ത ചോദ്യമായി മാത്രം. സംശയങ്ങൾ, നിരവധി പ്രതികൾ, തുടരുന്ന അന്വേഷണങ്ങൾ. എന്നാൽ ഓരോരുത്തരെയും ചോദ്യം ചെയ്തു, പക്ഷേ തെളിവില്ല. വർഷങ്ങൾക്കു ശേഷം സ്റ്റീവ് ഹോഡൽ എന്ന പുത്രൻ തന്റെ പിതാവിനെ സംശയിക്കുന്നു. ഡോക്ടർ ജോർജ് ഹോഡൽ തന്നെയാണോ അത്? പഴയ വീടിന്റെ രഹസ്യങ്ങൾ അവൻ തുറക്കുന്നു. ചുരുങ്ങിയ സൂചനകൾ, പക്ഷെ അത്യാവശ്യമായ തെളിവുകളില്ല ഇപ്പോഴും. അങ്ങനെ അവളുടെ മുഖം ഇന്നും ലോകത്ത് ജ്വലിക്കുന്നു. പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും ഡിജിറ്റൽ ലോകം വരെ അവളെ പിന്തുടരുന്നു. പക്ഷേ നമ്മൾ മറക്കരുത്, അവളൊരു പെൺകുട്ടിയായിരുന്നു. ചിരിച്ചു മറഞ്ഞു പോയ ഒരാൾ. അവളുടെ ജീവിതം ചെറുതെങ്കിലും ഒറ്റമിടുക്കായ സിംഫണിയായിരുന്നു. ഇന്ന് മെഴുകുതിരികൾ തെളിയുന്നു. ഒരു ചിത്രത്തിന്റെ മുന്നിൽ ശാന്തത പകരുന്നു. നീതി വന്നില്ല, പക്ഷെ അവളുടെ ഓർമ്മ ഇന്ന് നമ്മോടൊപ്പമുണ്ട്.